കളിമണ്ണിന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ ഒരു കുശവൻ അതിനെ തൻ്റെ ചക്രത്തിന്മേൽ വെച്ച് പണിഞ്ഞു കഴിയുമ്പോൾ അത് ആകൃതിയുള്ളതായി മനോഹരമായ പാത്രങ്ങളായും കുടങ്ങളായും മാറ്റപ്പെടുന്നു. കേവലം കളിമണ്ണിനെ ശ്രേഷ്ഠകരമായ സ്ഥാനത്തേക്ക് ഉയർത്തുന്നത് അത് തന്നെ കുശവന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോഴാണ്. ഏവർക്കും പോട്ടേഴ്സ് വീലിന്റെ ഈ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഈ സദസ്സിലായിരിക്കുന്നത് യൂട്യൂബിൽ ഏറെ വൈറലായി ഈയിടയ്ക്ക് അത്ഭുത ബാലൻ എന്ന് വിളിക്കപ്പെടുന്ന ജോനഥാൻ, പിന്നെ തൻ്റെ പിതാവുമാവുന്ന മിസ്റ്റർ ചിതൻ. ലെറ്റ്സ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ആൻഡ് വെൽക്കം ദം ഇൻടു ദിസ് പ്രോഗ്രാം. സോ ജോനഥാൻ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഹൗ ആർ യു? Hi, nice to meet you. It's a pleasure to be in front of Shalini GCA to present this interview. And thanks for having me. With my dad, we came here together. Praise the Lord, brother. നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്താമോ? പ്രൈസ് ദി ലോർഡ്. ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് ജിതിൻ, ജോനാഥൻ്റെ പിതാവാണ്. ഞങ്ങൾ ബെത്സയിദയുടെ അടുത്തുള്ള ചെറിയൊരു ഗ്രാമത്തിൽ നിന്നും വരുന്നു. ഇപ്രകാരം ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ സർവ്വകൃപാലുവായ ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം. സോ ജോനഥാൻ, യൂട്യൂബിലേക്ക് വൈറലായത് അറിഞ്ഞോ? Yes, definitely അറിഞ്ഞു. And mainly പ്രത്യേകിച്ച് എൻ്റെ സ്കൂളിൽ ഞാൻ very famous now, and also they treat me as a hero. And not to boast, I get many calls from places like US and Canada as well. And a bishop called yesterday. Where was that from, Dad? It's from Vatican. Yeah, a bishop called us from Vatican, and he invited us over. And not just that, I see myself on the news and also on TV news channels as well. And I'm so grateful for Jesus for what happened to me that day. ഒരുപാട് പേർ ആ സംഭവത്തിന് ശേഷം ഞങ്ങളെ വിളിക്കുന്നുണ്ട്. സമൂഹത്തിലെ ഉന്നതരായ പല വ്യക്തികളും ഞങ്ങളെ വിളിക്കുകയും കാണാൻ വരികയും ഒക്കെ ചെയ്തു. ഈ മാന്യത ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. സർവ്വമഹത്വവും കർത്താവിന്. അന്ന് ബെത്സയിദയിൽ വെച്ച് നടന്ന ആ പ്രശസ്തമായ ക്രൂസൈഡിനെ കുറിച്ച് ഞങ്ങൾക്ക് കൂടുതലായി അറിയാൻ ആഗ്രഹമുണ്ട്. മോൻ ജോനഥാൻ യേശുവിനെ അടുത്ത് ചെന്ന് കണ്ടായിരുന്നോ? യേശുവിനോട് നേരിട്ട് സംസാരിച്ചുവോ? Yes, definitely. ഞാൻ നേരിട്ട് യേശു അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്തു. And he called me over and he also prayed for me. Okay. So could you please share with our viewers what you had on that day? Why not? Well, that day I just strolled out to the park with a few of my friends, Samuel and Joshua, and we were 30 minutes into a game and settled down when Samuel shouted that someone very important was passing by the road. And so we got curious, and a huge crowd was following him as well. So we got curious and we stopped the game and we went closer. So when we got closer, an uncle approached us and he told us that Jesus was holding a crusade that day, and that's why all the people were so excited to see him. What made you so excited to see Jesus? Well, I get asked these questions a lot lately, and that was because I've heard that Jesus is not an ordinary person, and I've heard that he's done many miracles. And one of my school friends, Evan, told me that he met him one day and that he loves children very much and he's fairest of 10,000s. So he loves telling parables to children while he makes them sit on his lap. And he also healed my friend a few times when he got sick, and he's perfectly fine now. And that's why I was so excited to see him that day. Okay. So മോൻ വീട്ടിൽ വന്ന് ചോദിച്ചപ്പോൾ പപ്പയും അമ്മയും ക്രൂസൈഡിന് പോകാൻ അനുവദിച്ചായിരുന്നോ? ആദ്യം ഞങ്ങളത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പിന്നീട് അവൻ്റെ നിർബന്ധം കാരണം ഞങ്ങൾ സമ്മതിക്കാനുണ്ടായത്. അവൻ്റെ ഫ്രണ്ടായ അതിനൊക്കെ റീസെൻ്റായി യേശുവിനെ കാര്യം കണ്ടൊക്കെ പറഞ്ഞ് അവൻ ആകെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുമായിരുന്നു. ആദ്യം ഞാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞു നോക്കി, കൊച്ചുകുട്ടിയല്ലേ. പിന്നെ അവൻ്റെ നിർബന്ധം കാരണം ഞാനും കൂടെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി വന്നപ്പോഴേക്കും വൈഫ് കുറച്ച് ഫുഡ് ഉണ്ടാക്കി പൊതി അവൻ്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ പോയത്. So Jonathan, tell us what happened after you reached the crusade. Yeah, so after we reached the crusade, it was not such a good sight. There were a lot of people overcrowding, and we scrambled to find a place to sit. And we finally managed to find a rock to grab a seat.
And then me and my dad sat there, and one thing I noticed was Jesus had a very good style of preaching, and he told his sermons very well, and it was impressive and interesting, and I never fell asleep or got hungry during those hours. Yeah. അന്നത്തെ ഈ ക്രൂസൈഡ് അറ്റൻഡ് ചെയ്തതിനു ശേഷം ബ്രദറിന് എന്ത് പ്രത്യേകതയാണ് തോന്നിയത്? യേശുവിനെ പോലെ ഒരു പ്രവാചകനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഞങ്ങളുടെ ശാസ്ത്രന്മാരെ പോലെ ഒന്നുമല്ല യേശു. അവൻ അധികാരമുള്ളവനായിട്ടാണ് സംസാരിച്ചത്. അന്നത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തെന്നില്ലാത്ത സമാധാനം ഞാൻ അനുഭവിച്ചു. ആ മീറ്റിങ്ങിനിടയിൽ വെച്ച് ഒരുപാട് പേർ മാനസാന്തരപ്പെട്ടു. യേശു അനേകരെ സൗഖ്യമാക്കി. ഒരുപാട് ഭൂതഗ്രസ്തർ വിടുവിക്കപ്പെട്ടവരുടെ മുഖം അതിനു മുമ്പെങ്ങും ഇല്ലാത്ത ശോഭ കൊണ്ട് തിളങ്ങിയിരുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മുറുകെ പറ്റുന്ന പല പാപസ്വഭാവങ്ങളെയും വിട്ട് കർത്താവിനോട് ചേരുവാൻ ആ മീറ്റിംഗ് എന്നെ സഹായിച്ചു. യേശുവിൻ്റെ വായിലെ ലാവണ്യ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ മോന് ഭക്ഷണം കൊടുക്കുന്ന കാര്യം പോലും ഞാൻ മറന്നുപോയി. So Jonathan, tell us more about the incident which made you the wonder boy in the social medias. Yeah, so as my dad told earlier, my mom had packed me some food to eat, and it was the middle of the sermon, and an uncle approached us whom I've seen with Jesus, and he sat by me and we talked for a few minutes. It was a casual conversation, and then he asked me what was in my hand, and I told him it was 5 loaves of bread and 2 fishes. And then later in the day, he approached me again, and he told me to offer the food to Jesus. And I couldn't believe it. Out of the huge multitude present there, Jesus asked for my food, something that he needs, and I was so grateful for that. And I went to Jesus up the hill, and I gave him the food, and then he prayed to God for it, and he broke it, and he distributed it. And then he gave it to the disciples, and they started distributing it. But then I saw something very interesting. The food started multiplying and multiplying, and it overlapped each other when it couldn't even be fit in a single basket. And the people were rejoicing at this harvest, and they were very grateful to Jesus. And I couldn't believe it. Right in front of my eyes, it happened. It was just a small food packet, and it became to many, many baskets. And the uncle was one of Jesus' disciples. I came to know that later. And that it was very late in the evening, and there were 5,000 men alone, and more women and children. And so I'm so happy that I was a reason that satisfied their hunger through Jesus' miracle. Wow, praise the Lord, praise the Lord. It did a great miracle, right? Okay, ഇത്രയും പേർ തൃപ്തി പ്രാപിച്ചപ്പോൾ ബ്രദറിന് ഉണ്ടായ അനുഭൂതി എങ്ങനെയായിരുന്നു? ഇവൻ ചെയ്ത പ്രവൃത്തിയിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. യേശുവിന് കൊടുക്കാമോ എന്ന് ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് ചോദിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ എന്നോട് പോലും ചോദിക്കാതെ ഇവൻ അത് മുഴുവനായി അദ്ദേഹത്തിന് കൈമാറി. ഓക്കെ, നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന ശാലേം വിജി യൂത്ത്സിനോട്, കുഞ്ഞുങ്ങളോട് ഈ മഹനീയമായ വെളിച്ചത്തിന്റെ അനുഭവത്തിൽ ബ്രദറിന് എന്താണ് പറയുവാനുള്ളത്? യേശുവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. ജോ ചെയ്തതുപോലെ ചെറിയതാകട്ടെ വലിയതാകട്ടെ നിങ്ങളുടെ കയ്യിലുള്ളത് യേശുവിന് കൊടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും സ്വയം സമർപ്പിക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും കർത്താവിന് നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയും. നമ്മൾ ഓരോ ദിവസവും അനേകം പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരാണ്. പഠിക്കുന്നുണ്ടാകാം, ജോലിക്ക് പോകുന്നുണ്ടാകാം, ദീർഘദൂരം ഡ്രൈവ് ചെയ്യുന്നുണ്ടാകാം, വളരെയധികം ഭാരത്തിലൂടെയും ടെൻഷനിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടാകാം. എന്നാൽ ഒരു കാര്യം നമ്മൾ അറിയുക, യേശു നമ്മളെ സ്നേഹിക്കുന്നു. അവൻ നമ്മളെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അവൻ നമ്മോട് കൂടെ ഇരിക്കുന്നു. കണ്ണിന്റെ കൃഷ്ണമണി പോലെ നമ്മളെ അവൻ കാക്കുന്നു. അവൻ എപ്പോഴും നോക്കുന്നത് നമ്മൾ ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമാണോ അതോ ഇല മാത്രമുള്ള ഒരു അത്തി പോലെയാണോ എന്നാണ്. ഫലമില്ലാത്ത അത്തി അത് നിൽക്കുന്ന ഇടത്തെ വൃഥാവാക്കുന്നു. എന്നാൽ നാം ദൈവസന്നിധിയിൽ അവൈലബിൾ ആണെങ്കിൽ കർത്താവ് നമ്മെ അവന്റെ നാമത്തിനായി ഉപയോഗിക്കും. ദൈവിക വെളിപ്പാട്, ശരിയായ ദർശനം ഈ ജനറേഷൻ പ്രാപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ളത്. വളരെ വളരെ ശരിയാണ്. ദൈവം നമ്മിൽ പരിശുദ്ധാത്മാവിനെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സാക്ഷികളാകുവാനാണ്. ഇന്ന് ജോനതാനെ പോലെ ദൈവം നിങ്ങൾക്ക് തന്ന താലന്തുകളെ, കഴിവുകളെ, സമയത്തെ, നന്മകളെ ഒക്കെയും ദൈവത്തിന്റെ കൈകളിൽ കൊടുക്കാൻ തയ്യാറാണോ? എന്നാൽ
ദൈവത്തിന് പ്രയോജനമുള്ളവരായി മാറുവാൻ ഞങ്ങൾ ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾ ഏവരെയും ആഹ്വാനം ചെയ്യുന്നു. Thank you, Jonathan and Mr. Jidin, for joining with us. Thank you. Thank you everyone for watching this program. May God bless you.